ഇവനിങ്ങനെ പോവില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പെട്രോഹെഡ് മോട്ടോ ഗാരേജ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പാട്ടോ. നമ്മളൊപ്പം നമ്മുടെ ത്രിലോചൻ ഉണ്ട്, പിന്നെ അതേപോലെ ബ്രോ പേര് പറ അനൂപ് ബ്രോ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്സിൻ്റെ ലാസ്റ്റ് വീഡിയോ, അതായത് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാലമായി ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ തൊട്ട് ഈ ലാസ്റ്റ് വരെയുള്ള വർക്കുകൾ നമ്മൾ ഒറ്റ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് വീഡിയോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റീസ്റ്റോറേഷനും അങ്ങനെയായിരിക്കും. ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒറ്റ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നവിടെ ഒന്നും വണ്ടിയില്ല. വണ്ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ചെറിയൊരു പാറയുടെ മുകളിൽ നമ്മൾ കയറ്റി വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോയുടെ വീട് ഇവിടെ തന്നെയാണല്ലേ, കാഞ്ഞിരപ്പുഴ എന്താ പറയുക, എന്ത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ബ്രോ? കൊറണക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ഇറക്കാറുണ്ട് അല്ലേ, ഇവിടെ ഉള്ളവരൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വണ്ടിയായിട്ട് വന്നേക്കുന്നത് കേട്ടോ. സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമാണ്. കാരണം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും സങ്കടമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫുൾ പീസാവും. അതേപോലത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുണ്ട്, ഇതൊരു വലിയൊരു മലയാട്ടോ. ആ മലയിൽ നമ്മുടെ ക്ലൗഡ്സ് വന്നിങ്ങനെ തട്ടി നിൽക്കുന്നത്, അതോ മഴയുടെയാണോ, കാർമേഘങ്ങൾ അല്ലേ, ആ സംഭവം വന്ന് തട്ടി നിൽക്കുന്ന ഒരു ആംബിയൻസ് ഒക്കെയാണ് ഇവിടെ. അതന്നെ, അട്ടപ്പാടി ഈ കാണുന്ന മലയുടെ അപ്പുറത്താണ്. ത്രിലോചൻ ഇത് ജിയോഗ്രഫിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ അടുത്തേക്കോട്ടെ. വീലാർച്ചിൻ്റെ ഒരു കുറവുണ്ട് വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതിന് വീലാർച്ച് വേണോ വേണ്ടയോ എന്നുള്ളത്. ത്രിലോച, ഞാൻ കയറിയിട്ട് മടുത്തു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളും. നമ്മുടെ ഫ്രണ്ടേജ് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ലിഫ്റ്റ് ചെയ്ത് അത്രയും തന്നെ ആയിട്ടില്ല. ഫ്രണ്ടേജ് നമ്മൾ പണിയെടുത്തപ്പോൾ നമ്മുടെ ടോർഷൻ ബാറിൽ ഇനി ഇതിനകത്ത് നമുക്കൊരു 2 ഇഞ്ചസും കൂടെ ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. എന്താ വെച്ചാൽ വണ്ടി ഇപ്പോൾ ഫ്രണ്ട് കുറച്ച് താന്നിരിക്കുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്താലാണ് നമ്മുടെ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ കാണുള്ളൂ ഫ്രണ്ടിലത്തെ. കാരണം ബമ്പർ അത്രയും താഴ്ന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ചസും കൂടെ നമ്മുടെ ടോർഷൻ ബാറിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. നമ്മളിതിൽ ബോഡിയിൽ യാതൊരു ലിഫ്റ്റിങ്ങും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് സ്റ്റോക്ക് വണ്ടി വരുമ്പോൾ ഉള്ള അത്രയും ഹൈറ്റുള്ള വീലാർച്ചും കാര്യങ്ങളുമാണ്. എൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന വീലിൻ്റെ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ് കേട്ടോ. ഇത് വണ്ടി വരുമ്പോൾ ഉള്ള സ്റ്റോക്ക് ഡിസ്ക്, സ്റ്റോക്ക് വീൽ കപ്പ്. അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിലുള്ള 32 ഇഞ്ചസിൻ്റെ ഡൈനാപ്രോ MT എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ ബാക്കിലാണെങ്കിലും നമ്മൾ നമ്പർ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് താഴ്ത്തായിട്ടാണ് വരിക. ഈ താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റ് ഒക്കെ വരിക. അപ്പോൾ അത് നമ്മൾ മുകളിലോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ കൊടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അതിലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലുതാക്കിയിട്ട് നമ്മുടെ മോട്ടോ MVDയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്തുകൊണ്ട് വലിയൊരു നമ്പർ പ്ലേറ്റ് തന്നെ ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റിലേക്ക് തെളിയാനുള്ള ലൈറ്റിൻ്റെ കണക്ഷൻ വരെ നമ്മളിവിടെ അതിനനുസരിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ. പിന്നെ അതേപോലെ ബാക്കിലൊരു സ്പെയർ വീൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ സ്റ്റോക്ക് ടയറാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യാത്തത്. അതൊന്ന് പെയിൻറ്റ് അടിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ പെയിൻറ്റ് അടിച്ച് നമ്മളങ്ങനെ വണ്ടി നമ്മുടെ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ അങ്ങനെ അങ്ങോട്ട് ഫുള്ളാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ കുറച്ച് കുറവുകൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കുറവുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈൻഡർ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഗ്ലാസിൻ്റെ വൈൻഡർ ഇത് നമ്മൾ ഒരു വള്ളിയിട്ട് കെട്ടി വെച്ചേക്കാം കേട്ടോ. അപ്പുറത്തെ വൈൻഡറും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടി. ഡോർ പാഡൊക്കെ ഏകദേശം അതുപോലെ ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ വരിക. ഇൻറ്റീരിയറും അത്യാവശ്യം എല്ലാം ഫുള്ളായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും മീറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു. പിന്നെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഒരു ഒറിജിനാലിറ്റി വിടാണ്ട് തന്നെ നമ്മൾ ഇന്നറും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ വണ്ടിയുടെ ഉള്ളിലത്തെ മാറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടേജിൽ നിന്നുള്ളൊരു ലുക്ക് കാര്യങ്ങളൊക്കെ. വേറെ എന്തെത്തില്ലോ നിനക്ക് പറയാനുള്ള വണ്ടിയെ പറ്റി?
എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ വർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്ടോ? സ്റ്റിക്കർ വർക്ക് ചെയ്യേണ്ട, സ്റ്റോക്കിൽ കൊണ്ടുവരുന്ന അത് മതിയില്ലേ? അപ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത്. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ 98 ഉള്ളൊരു ടാക്സ് ടോക്കൺ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുൾ ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ കനോപ്പി ആണെങ്കിലും വന്നുകൊണ്ടിരുന്ന വൈറ്റ് ആയിരുന്നു, പക്ഷേ അതിൽ നിന്ന് യാതൊരു വിധ വ്യത്യാസവും വരുത്താതെ ഈ സൈഡിലേക്ക് തന്നെ ഇതൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒറിജിനാലിറ്റി മാക്സിമം നമ്മൾ ഈ വണ്ടിക്കകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ ഈ സൈഡ് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. ഈ സൈഡിൽ വൈൻഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ ആ ഒരു തിരിക്കുന്ന നോബ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാതും അത് സ്യൂട്ടാവില്ല. ഏത് നോബ് ഇട്ടാലും ഇത് വർക്ക് ചെയ്യത്തില്ല, കാരണം അതിങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്യൂസ് ബോക്സ് കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്തേക്കണത്. ഒക്കെ പഴയ വയറിങ്ങിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്നും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടില്ല. ആകെ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഒരു റിലേ മാത്രമാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം കമ്പനി വരുമ്പോഴുള്ള വയറിങ്, വൈപ്പ് മോട്ടർ കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള നോബ്. ബോണറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ബോണറ്റ് ഓപ്പൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളിൽ ഇതിൽ നമ്മൾ ഇങ്ങനെ കൈയിട്ട് വയ്ക്കും. എന്നിട്ട് ഇത്ര വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഫുൾ സ്റ്റോക്കായിട്ടുള്ള OM 616 മെഴ്സിഡീസ് ബെൻസിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി ഒരു എഞ്ചിനൊക്കെയുള്ള ആ ഒരു സ്റ്റോക്ക് എഞ്ചിൻ തന്നെയാണ് വണ്ടിയിൽ. യാതൊരു മോഡിഫിക്കേഷനും എഞ്ചിൻ സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള. അതേപോലെ വണ്ടി വരുമ്പോൾ ഉള്ള ആ ഒരു ഒറിജിനൽ പൂനെ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെമ്പോ ട്രാക്സ് എന്നുള്ളതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ് ഇത്രയാണ് നമ്മുടെ ട്രാക്സിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് റീസ്റ്റോറേഷനിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് റൈറ്റ് സൈഡ് ഡോറും പിന്നെ അതേപോലെ ബാക്കിലെ സ്റ്റെപ്പിനെയും കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് ആ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പണി ഫുൾ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് തീർന്നു. ആ ഒരു വൈൻഡർ ഞാൻ പറഞ്ഞല്ലോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. അതുകൊണ്ടാണ് ആ സൈഡ് ഡോർ പാഡ് വെക്കാത്ത. ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെ ഒരു വണ്ടി പണിയെടുക്കാനായിട്ട് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ പാർട്സിനാണ്. പാർട്സിന് വേണ്ടിയിട്ട് ഞാൻ അലയാത്ത സ്ഥലങ്ങളില്ല കേട്ടോ. കാരണം ഈ വണ്ടിയുടെ ഒരു കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x4 ആയതുകൊണ്ടും ഷോർട്ട് വീൽ ബേസ് ട്രാക്സിൻ്റെ പല സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോ സാധനത്തിനും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് കാണുന്നത്. കാരണം പല സാധനങ്ങളും ഇതിനകത്ത് മിസ്സിങ് ആയിരുന്നു. മിസ്സായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ പണി തന്നത്. ഉള്ള സാധനങ്ങൾ നമ്മൾ അതേ സാമ്പിൾ കൊണ്ടുപോയിട്ട് മാക്സിമം അങ്ങനത്തെ സെറ്റ് ചെയ്തു. പിന്നെ അല്ലാണ്ട് സ്ക്രാപ്പിലൂടെയൊക്കെ നടന്നിട്ടാണ് നമ്മൾ എന്താ പറയുക ബോഡി പാർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം എടുത്ത് പക്കിയാക്കിയത്. ഈ സാധനമൊക്കെ ഇതൊക്കെ ഫുള്ള് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ഒറിജിനലായിട്ട് ഫൈൻഡ് ചെയ്ത സാധനങ്ങളാട്ടോ. ഒറിജിനൽ സാധനങ്ങളായത് മൊത്തം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്തുണ്ടായിരുന്നതിൽ പല സ്ഥലത്തും പൊട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മളൊന്ന് ഞെക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോണേ കൂട്ട് അത്രയ്ക്ക് ലോക്കൽ സാധനങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണേലും നമ്മുടെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെയുള്ള റീസ്റ്റോറേഷൻ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതും കൂടെ കമൻറ്റ് ചെയ്യുക. വണ്ടിയുടെ ബാക്കി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണേലും അതിനിപ്പോൾ മോശമായിട്ടാണെങ്കിലും നന്നായിട്ടാണെങ്കിലും എന്താണെങ്കിലും ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ വണ്ടിയിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ബോറായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഒരു വണ്ടി വർക്ക് ചെയ്ത് ഇറക്കാൻ പറ്റിയത്. ഓണസ്റ്റ്ലി ഞാനത് എനിക്കിപ്പോൾ പറയണമെന്ന് തോന്നി ഫുള്ള് വർക്ക് കഴിഞ്ഞപ്പോൾ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ. അതിന് കല്ലുണ്ട് എടുക്കണം.